സ്ലിവാകാലം 2-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 20 1 മുതൽ 16 വരെ. വിചിന്തനം: ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ചെറിയൊരു കഥ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ ഒരിടത്ത് വയോവൃദ്ധരായ ഒരു ദമ്പതിമാർ താമസിച്ചിരുന്നു. വൃദ്ധൻ വയസ്സായി എന്നുവരികിലും തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനിയായ വൃദ്ധന് മദ്യപാനശീലത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ദുർഗുണങ്ങളും ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ കാര്യങ്ങള് നോക്കിയിരുന്നില്ല. കുടുംബത്തിലെ ഒരു തരത്തിലും സമാധാനം കൊടുത്തിരുന്നില്ല. അതിനും പുറമെ തന്റെ ഭാര്യയെ ഇടയ്ക്കൊക്കെ മർദ്ദിക്കുകയും കൂടി ചെയ്യുക. ഒരു താന്തോന്നി സ്വഭാവം. എന്നാൽ ഭാര്യ ഈ കഷ്ടപ്പാടുകളൊക്കെ ഒരുവിധം ക്ഷമയോടുകൂടി സഹിക്കുകയും മർദ്ദനങ്ങളിൽ നിന്ന് ഒക്കെ ഏൽക്കുന്ന വിഷമങ്ങള് പുറപ്പുപ്പ് കൂടാതെയൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് 3 മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ വളരെ ശ്രമകരമായ രീതിയിൽ കൂലിപ്പണിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന അല്പവേതനം കൊണ്ടാണ് കുട്ടികളെയൊക്കെ സാമാന്യം വിദ്യാഭ്യാസമൊക്കെ നടത്തി സാധാരണ രീതിയിലൊക്കെ ചെയ്യാവുന്ന രീതിയിലൊക്കെ അവരെ കെട്ടിച്ചയക്കുകയും ചെയ്തു. 3 പെൺമക്കളായിരുന്നു. വയസ്സുകൂടി എന്നുവരികിലും മദ്യപാനാസക്തിയും അതോടുകൂടി തന്നെയാണ് കൂടി വന്നു. കുറേയല്ല ചെയ്തത്. ഇവര് 2 പേര് മാത്രമായി. മക്കളൊക്കെ വീട്ടിൽ നിന്ന് പോയി കെട്ടിച്ചയച്ചു. കുറെ കഴിഞ്ഞപ്പോ ഈ വിഷമം കൂലിപ്പണിയൊക്കെ ചെയ്ത് ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ നശിച്ച് രോഗം വന്ന് നമ്മുടെ വൃദ്ധ മരിച്ചു. വൃദ്ധയുടെ മരണത്തിന് ശേഷം വളരെയധികം ത്യാഗവും ബുദ്ധിമുട്ടുകളും സാധിക്കുന്ന രീതിയിൽ ക്ഷമയോടുകൂടിയൊക്കെ ജീവിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വൃദ്ധയെ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി. സ്വർഗത്തിൽ പോയി നമ്മുടെ അമ്മൂമ്മ. അവിടെ ചെന്നപ്പോ ഒരു ആശ്വാസമായി. വളരെ ആശ്വാസം, സന്തോഷത്തോടു കൂടി ജീവിക്കുക നമ്മുടെ അമ്മൂമ്മ. അപ്പൊ അപ്പൂപ്പൻ ഇവിടെ തനിച്ച. മാസങ്ങൾ കഴിഞ്ഞു. തള്ള വേർപെട്ടോട് കൂടിയിട്ട് അപ്പൂപ്പന്റെ ചിന്തയിലൊക്കെ വ്യതിയാനം വന്നു. ഇങ്ങനെയായാ പോരല്ലോ എന്നൊരു ചിന്ത. മദ്യപാന ഒക്കെ നിർത്തി, ദുശീലങ്ങളും നിർത്തി. അപ്പോഴേക്കും ഒരു കൊട്ടടയ്ക്ക പരിവായി. അപ്പാപ്പനും അധികം താമസിയാതെ മരിച്ചു. ഈ അപ്പാപ്പനും സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി. അപ്പോപ്പിന് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ ഇതാണ് കാരണം. പത്രോസ്ലിഹയാണല്ലോ അതിന്റെ സ്ക്രീനിങ് നടത്തുന്ന ആള്. പത്രോസ്ലിഹ സ്ക്രീനിങ്ങിന് വന്നപ്പോ കാര്യം ഒരു തെമ്മാടിയായിട്ടും കുടുംബത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതെയും താന്തോന്നിയായിട്ടൊക്കെ ജീവിച്ചു എന്ന് വരികിലും ജീവിതത്തിന്റെ അവസാനം മാനസാന്തരപ്പെട്ട് നന്നായി ജീവിക്കാൻ ശ്രമിച്ചല്ലോ, കുറച്ചു മാസങ്ങളേ ഉള്ളൂ എന്ന് വരികിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോപ്പിന് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയത്. അമ്മൂമ്മയുടെ സ്വർഗത്തിൽ വളരെ സന്തോഷവതിയായിട്ട് കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസമുണ്ട് അതിയാൻ സ്വർഗത്തിലെ ഈ അടിയും പിടിയും ആകെ വിഷമവും വീട്ടിലാകെ നരകം സൃഷ്ടിച്ചിരുന്ന അവളുടെ കെട്ടിയോൻ സ്വർഗത്തിൽ വന്നിരിക്കുന്നു. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി അവളുടെ. അവളൊരു ഒറ്റ ഓട്ടം. ആ തള്ള സ്വർഗത്തിൽ നിന്നൊരു ഓട്ട ഓടിയിട്ട് കവാടത്തിന്റെ അടുത്ത് വന്നു നിൽക്കുന്ന പത്രോസ് പുണ്യാളച്ചൻ അവിടെ നിൽപ്പുണ്ട്. പുണ്യാളച്ചന്റെ അടുത്ത് വന്നിട്ട് പറയാം, എന്ത് പണിയായി ചെയ്തത്, എന്ത് ചതിയായി ചെയ്തത്, എന്നെ ഇട്ടിക്കുകയും തൊഴിക്കുകയും മക്കളെ നോക്കാതിരിക്കുകയും താന്തോന്വാസം ചെയ്തിട്ടും ഞാൻ മടുത്ത്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഹിച്ചു നിന്ന് എത്രയോ ബുദ്ധിമുട്ടി ഞാൻ ജോലി ചെയ്ത് അതിനെ എനിക്ക് തന്നു സ്വർഗം. ഈ അതിയാൻ അത് കൊടുക്കാമോ? ഇത്രയും ദുരന്തം സൃഷ്ടിച്ച ഈ മനുഷ്യനും എനിക്ക് തന്നിട്ടുള്ള സ്ഥാനത്തേക്ക് തന്നെ ആ പ്രവേശനം കൊടുത്തത് എന്ത് കഥയായി ചെയ്തത്? ആകെ വിഷമം. എന്തെല്ലാം ചോദ്യങ്ങളാ പത്രോസ് പുണ്യാളച്ചനോട് ഈ വൃദ്ധയ്ക്ക് ചോദിക്കാനുള്ളത്. ഭാവനയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. പത്രോസ് പുണ്യാളച്ചൻ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു ആശയം ആണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പറയുന്ന കഥയിൽ കൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ആശയം എന്താണെന്ന് കഥയിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. ഈ അമ്മൂമ്മയ്ക്ക് അനുഗ്രഹം കിട്ടി. പക്ഷേ കിട്ടിയ അനുഗ്രഹം അപ്പോപ്പിന് കൊടുക്കുന്നതിൽ താല്പര്യമില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ണുകടി, അസൂയ. എനിക്ക് കിട്ടുന്നതിൽ താല്പര്യ, പക്ഷെ നിനക്കത് കിട്ടുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ ഓട്ടം അമ്മാമ്മ ചെയ്തത്. യേശു ക്രിസ്തു ഒരു കഥ പറയുന്നു. അതാണ് സുവിശേഷം. കരുതി കൂട്ടിയാണല്ലോ യേശുവിന്റെ പ്രയോഗം ഉണ്ടാകുക. വലിയൊരു തോട്ടോടമ്മ. കഥ ഇങ്ങനെയാ പോകുന്നത്. തോട്ടം മുന്തിരിത്തോട്ടമായിരുന്നു. മുന്തിരി വിളഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളവെടുക്കണം. അത് അധികം നാള് നീണ്ടു നിൽക്കുക ഒക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്റെ മുന്തിരിത്തോട്ടത്തില്
വിളവെടുപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന മുന്തിരി. വിളവെടുപ്പ് ഉടനെ തന്നെ ധൃതിയിൽ നടക്കണം. അതിനുവേണ്ടി ജോലിക്കാരെ അന്വേഷിച്ച് ആ തോട്ടോടമ ചന്തസ്ഥലത്തേക്ക് പോകുന്നു. അതാണ് അന്നത്തെ പതിവ്. ഇന്ന് പോലും ആ വിശുദ്ധ നാട്ടിലുള്ള പതിവ് അത് തന്നെയാണ്. അത് ഞാൻ തന്നെ കണ്ടു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പൊതുവെ ചന്തസ്ഥലത്ത് ജോലിക്കായിട്ട് ആളുകൾ നിൽക്കും. ആളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട്, ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി പോകുന്ന ഒരു പതിവ് ഇന്നും ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു പതിവാണ്. തീർച്ചയായും അന്നത്തെ പതിവ് എന്റെ ഒരു അംശമാണ് ഇന്ന്. ഞാനത് ഇങ്ങനെ നിൽക്കുന്ന ചന്തസ്ഥലത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടു. അവരെ ജോലിക്ക് വേണ്ടി വരാൻ വിളിക്കുന്ന ആളുകളെ കണ്ടപ്പോ സുവിശേഷത്തിൽ പറഞ്ഞ ഈ കഥ എന്റെ ഓർമ്മയിൽ വന്ന് ഞാനൊരു ഫോട്ടോ എടുത്ത് ഇപ്പോഴും എന്റെ ആൽബത്തില് അതുണ്ട്. കാരണം ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യ എന്നല്ല, വിശുദ്ധ നാട്ടിൽ മാത്രമല്ല ഇത്, നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. നമ്മുടെ തേക്കിൻകാട് മൈതാനം തൃശ്ശൂര്, അവിടെ ഇതുവരെ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. കോൾപ്പാടങ്ങളിലേക്ക് അതിന് കൃഷിപ്പണി, ഞാറ് നടാനോ പുല്ല് വലിക്കാനോ കൊയ്യാനോ ഒക്കെയുള്ള സ്ത്രീകള് കുറെ അകലിൽ നിന്നൊക്കെ വന്ന് തേക്കിൻകാട് മൈതാനിയുടെ ഒരു ഭാഗത്ത് നിൽക്കുക പതിവ്. വാർക്കപ്പണിക്ക് ആവശ്യമുള്ള ആളുകൾ വേറെ സ്ഥലത്ത്, ആവശ്യക്കാര് ബ്രോക്കന്മാര് വന്ന് അവർക്ക് വേതനമൊക്കെ നിശ്ചയിച്ച് അവരെ കൊണ്ടുപോകുന്ന ഒരു പതിവ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അതിന്റെ ഒരു ധ്വനിയുണ്ട്. അപ്പൊ അതുപോലെ യേശുക്രിസ്തു പറഞ്ഞ ആ തോട്ടുടമ ജോലിക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് ചന്തസ്ഥലത്തേക്ക് പോയി. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, അവരുടെ ദിവസം തുടങ്ങുന്നത് നമ്മുടെ ദിവസം തുടങ്ങുന്ന മാതിരിയല്ല. അവരുടെ ദിവസം തുടങ്ങുന്നത് കാലത്ത് 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാ, സൂര്യാസ്തമയം വരെ എന്നാണ് അതിന്റെ വെപ്പ്. 12 മണിക്കൂറാ ജോലി. സാമാന്യ രീതിയിൽ തൊഴിൽ നിയമങ്ങളൊന്നും അന്ന് നടപ്പിലില്ല. അതുകൊണ്ട് 12 മണിക്കൂർ ഒരു ദിവസത്തെ ജോലി. ആ ജോലിയിൽ നിന്ന് ഭക്ഷണവും കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ജോലി ചെയ്യണമെന്നാണ് വെപ്പ്. അതുകൊണ്ട് 6 മണിക്കാണ് ദിവസം ആരംഭിക്കുന്നത്. നമ്മുടെ ദിവസം ആരംഭിക്കുന്ന പാതിര തൊട്ട് പാതിര വരെയാണ്. പക്ഷേ ആ കാൽക്കുലേഷൻ അല്ല അവിടുത്തുകാർക്ക്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്ന കഥയില് പ്രഭാതത്തിന് അതിരാവിലെ തന്നെ വീട്ടുടമസ്ഥൻ പുറപ്പെട്ടു. കാരണം 6 മണിക്ക് തന്നെ ജോലിക്കാരെ ജോലി തുടങ്ങും, പ്രഭാതത്തിൽ തന്നെ. അതുകൊണ്ട് അതാണ് കാലത്തെ 6 മണിയാണ് 1-ാം മണിക്കൂർ എന്ന് സുവിശേഷത്തിൽ പറയണത്. അപ്പോഴാണ് ദിവസം തുടങ്ങുന്നത്. ഇവിടെ 1-ാം മണിക്കൂർ എന്നുള്ള പ്രയോഗമില്ല, പ്രഭാതത്തിൽ തന്നെ പുറപ്പെട്ടു എന്നാണ് കഥയിൽ പറയണത്. ആ പ്രഭാതമാണ് 1-ാം മണിക്കൂർ. 6 മണിക്ക് പുറപ്പെട്ടു. സൂര്യോദയം പ്രഭാതത്തിൽ തന്നെ പുറപ്പെട്ടു. കുറെ പേര് ആ വീട്ടുടമസ്ഥൻ തന്റെ ജോലി സ്ഥലത്തേക്ക്, തോട്ടത്തിലേക്ക് വിട്ടു. വിടുന്നതിന് മുമ്പ് അവർ കരാർ ഉറപ്പിച്ചു. ഇതാണ് പതിവ്. കൂലി, മാന്യമായിട്ടുള്ളൊരു കൂലിയാണ് 1 ദേനാറ അന്ന്. അത് പുരുഷന്മാരുടെ കൂലിയാണ്. സ്ത്രീകൾക്കായാലും അത് കൊടുക്കാം. കാരണം ഇവിടെ ആവശ്യമുണ്ട്, ധൃതിയുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവർക്കും 1 ദേനാറ വെച്ച് ഏർപ്പാട് ചെയ്തിട്ട് അവരെ തോട്ടത്തിലേക്ക് വീട്ടുടമസ്ഥൻ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഇത് പോരാ, ഈ ഇവരെ കൊണ്ട് ജോലി ചെയ്ത് ഈ മുന്തിരി ഒന്നും വിളവെടുപ്പ് നടക്കില്ല എന്ന് വീട്ടുടമസ്ഥന് തോന്നിയിട്ട് 3-ാം മണിക്കൂറിൽ വീണ്ടും ചെന്നു ചന്തസ്ഥലത്ത്. 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9 മണി. 9 മണിക്ക് വീണ്ടും ചന്തസ്ഥലത്ത് ചെന്നു. കുറെ പേര് അവിടെ നിൽക്കുന്നു കണ്ടു. അവരെയും പലരെയും ഇതേ രീതിയിൽ ന്യായമായ വേതനമൊക്കെ കരാർ ഉറപ്പിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് വിട്ടു. വീണ്ടും വീട്ടുടമസ്ഥൻ ചെല്ലുന്നു 6-ാം മണിക്കൂറിൽ. 12 മണിയാ, നട്ടുച്ച. അവിടെ ചെന്നപ്പോഴും ചന്തസ്ഥലത്ത് വീണ്ടും ആളുകൾ നിൽക്കുന്നു. അവരോടും പറഞ്ഞു, നിങ്ങളും ചെല്ല് തോട്ടത്തിലേക്ക്, ന്യായമായിട്ടുള്ളത് ഞാൻ തരാം. 6-ാം മണിക്കൂറും കഴിഞ്ഞ് 9-ാം മണിക്കൂറിലും ചെന്നപ്പോഴും വീണ്ടും ജോലി കിട്ടാതെ അലസരായിട്ട് തന്നെ ഇങ്ങനെ സൊറ പറഞ്ഞു നിൽക്കുന്ന ആളുകളെ വീട്ടുടമസ്ഥൻ കാണുന്നു. അത് 9-ാം മണിക്കൂർ എന്ന് പറയുന്നത് 3 മണി. 3 മണിക്ക് ചെന്നിട്ടും ആളുകളെ അങ്ങനെ ഏർപ്പാട് ചെയ്തിട്ട് തോട്ടത്തിലേക്ക് വിട്ടു. 11-ാം മണിക്കൂറിൽ ചെന്നപ്പോഴും, 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 മണി, ഉച്ച കഴിഞ്ഞ് 5 മണി, 6 മണിക്ക് ജോലി നിർത്തും. അവിടെ ചെന്നപ്പോഴും വീണ്ടും ആളുകൾ കുറച്ച് പേര് നിൽക്കുന്നു. അവരെയും തോട്ടത്തിലേക്ക് വിട്ടു, കരാറൊക്കെ ഉറപ്പിച്ചിട്ട്. കാരണം കാര്യങ്ങൾ നടക്കണം. ഇവിടെ കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സാക്ഷാൽ ഉടയ തമ്പുരാൻ ബോധപൂർവം നമ്മോട് പറയുന്ന കഥയാണ് ഈ പറയണത്.
അപ്പൊ ബോധപൂർവമാണ് കഥയുടെ ഇതിവൃത്തം മെനഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ജോലി അവസാനിപ്പിക്കാറായി. 6 മണിക്ക് ജോലി മണിയടിക്കും, അവസാനിപ്പിക്കാറായി. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് എല്ലാവരും ജോലി നിർത്തി പുറത്തു വന്നു. അവർക്ക് കൂലി കൊടുക്കുന്ന സമയമാണ്. വീട്ടുടമസ്ഥൻ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കഥയിലുള്ള തോട്ടോടമ സാധാരണ രീതിയിൽ അവിടെ ഒരു പ്രത്യേകത, ആ പ്രത്യേകത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ കഥ പറയുന്നത്. ആ പ്രത്യേകത അനുസരിച്ച് 5-ാം മണിക്കൂറിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് ആദ്യം വിളിക്കുന്നത് കൂലിക്ക്. അപ്പൊ ആളുകൾ ഒരുപാടുണ്ട്. കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ആളുകൾ ഒരുപാടുണ്ട്. ആദ്യം കൂലിക്ക് വേണ്ടി വിളിക്കുന്നത് 5 മണിക്ക് ജോലിക്ക് നിന്നിട്ടുള്ള ആളുകളെ. അപ്പൊ 1 മണിക്കൂർ കഷ്ടം അവർ ജോലി ചെയ്തിട്ടുള്ളൂ. അവർക്ക് കൂലി അങ്ങോട്ട് കൊടുത്തു. പറഞ്ഞു ഉറപ്പിച്ചിട്ടുള്ളത് ഉള്ള രീതിയിൽ ന്യായമായിട്ടുള്ളത് തരാനാ പറഞ്ഞിട്ടുള്ളൂ. കരുതി കുട്ടിയുള്ള പ്രയോഗം അത്. എത്ര തരാം എന്ന് അവരോട് പറഞ്ഞിട്ടില്ല, ന്യായമായിട്ടുള്ളത് തരാനാ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ജോലിക്കാരോട് പറഞ്ഞിട്ടുണ്ട് 1 ദേനാറ് തരാന്ന്, കൃത്യമായിട്ടാ പറഞ്ഞിട്ടുണ്ട് കൂലി. ഇത്ര രൂപ നിനക്ക് തരാം, അത് ഉറപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഇവരോട് പറഞ്ഞിരിക്കുന്നത് ന്യായമായിട്ടുള്ളത് തരാനാ പറഞ്ഞിട്ടുള്ളൂ. വീട്ടുടമസ്ഥന് അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടുള്ളതാണെന്ന് തോന്നുന്ന 1 ദേനാറ് അവർക്ക് കൊടുത്തു. എന്താ കിട്ടിയെന്ന് മറ്റുള്ളവർ അന്വേഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള 6 മണിക്കും 9 മണിക്കും 12 മണിക്കും 3 മണിക്കും ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിനനുസരിച്ച് കൂടുതൽ കൂലി കിട്ടും എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മുടെയും ചിന്ത. അവരുടെയും ചിന്ത അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് സമയം വന്നപ്പോ അവർക്കും കൊടുത്തു. ഈ ദേനാറ ഒന്ന് വെച്ച് അവർക്കും കൊടുത്തു. ആകെ പ്രശ്നമായില്ലേ, ആകെ അടഞ്ഞില്ലേ, വിവാദങ്ങളായില്ലേ, വിമർശനായില്ലേ. വിമർശനം കൊണ്ട് മൂത്ത് സമരം മാതിരിയായി. സമരമായി അതിലൊരുത്തൻ ഉടനെ വിളിച്ചു മുദ്രാവാക്യം: ജോലി ചെയ്തവർക്ക് പണമില്ല, ജോലി ചെയ്യാൻ നോക്കി നിന്നവർക്ക് പണമുണ്ട്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? പറയൂ മുതലാളി. മുദ്രാവാക്യം. ജോലി ചെയ്തവർക്ക് പണമില്ല, നോക്കി നിന്നവർക്ക് പണമുണ്ട്. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? പറയൂ മുതലാളി. പ്രശ്നമായി. പ്രശ്നം ഗുരുതരമായപ്പോ തോട്ടുടമ വീണ്ടും വിളിക്കും. യേശു പറഞ്ഞ കഥയാണിപ്പത് ഈ പറയണേ. തോട്ടുടമ വീണ്ടും അസ്വസ്ഥരായിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിലാളികളെ വീണ്ടും വിളിക്കുന്നു. അനുരഞ്ജനം. എന്താ പറയണത്? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഞാൻ നിങ്ങളോട് എത്ര കൂലി തരാന്നാ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ എത്ര ദേനാറയ്ക്കാണ് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നത്? മിണ്ടില്ല. പറയൂന്നേ. 1 ദേനാറയ്ക്ക് അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? പിന്നെ ഇവർക്ക് ഞാൻ അത്ര തന്നെ കൊടുത്തൂല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരുന്നിട്ടല്ല പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്നു ഇവർക്ക് കിട്ടേണ്ടതല്ല കിട്ടിയത്, അതിലും കൂടുതൽ കിട്ടി എന്നുള്ളത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തോട്ടുടമ വ്യക്തമാക്കുന്നു. അവർക്കുണ്ടോ തിരിയണോ? അതുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കുകയാണ് തോട്ടുടമ. അപ്പൊ ഇവർക്ക് ജോലിയില്ല, ജോലിക്ക് ആരെയും വിളിച്ചില്ല. അതുകൊണ്ട് അവർക്കും കുടുംബം നോക്കണ്ടേ? അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ? അതുകൊണ്ട് എനിക്ക് ദയ ചെയ്യുന്ന കാരുണ്യം തോന്നിയിട്ട്, അനുകമ്പ തോന്നിയിട്ട് അല്പം അവർക്കും കൂടി നിങ്ങൾക്ക് കൊടുത്ത രൂപ കൊടുത്തുകൊണ്ട് എന്താ മക്കളെ വിഷമം? എന്തിനാ നിങ്ങൾക്ക് കണ്ണുകടി? തോട്ടുടമ വീണ്ടും ചോദിക്കുന്നു, ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിനു അസൂയപ്പെടുന്നു? ശക്തമായൊരു ചോദ്യം, സുവിശേഷത്തിൽ ഉയർന്ന ചോദ്യം, യേശു ഉയർത്തിയ ചോദ്യം, നമ്മുടെ ഹൃദയത്തിൽ മലയടിക്കേണ്ട ചോദ്യം. ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിനു അസൂയപ്പെടുന്നു? ഇന്നത്തെ സുവിശേഷത്തിലെ പ്രസക്തമായ ചോദ്യമാണത്. എനിക്ക് അനുകമ്പ തോന്നി, ഞാൻ ധാരാളത്വം കാണിച്ചു. അതിന് നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അവർക്ക് അധികം കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്തിനു വിഷമം? നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാമായിരുന്നു, സമരം പ്രഖ്യാപിക്കാമായിരുന്നു, ഞാനത് ഇളവ് ചെയ്യുമായിരുന്നു. അന്നത്തെ ആളുകൾക്ക് മനസ്സിലായാവോ? ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവോ?
നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും തമ്മിൽ സംഘർഷമുണ്ടെന്നാണ് നമുക്ക് തോന്നുക പെട്ടെന്ന്. എനിക്കും അങ്ങനെ പണ്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും തമ്മിലുള്ള സംഘർഷമല്ല. ഇവിടുത്തെ പ്രശ്നം ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ അസൂയയും തമ്മിലുള്ള സംഘർഷമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ തോട്ടുടമ ഉടയതമ്പുരാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് യേശു പറഞ്ഞ കഥയിലെ വ്യക്തമായിട്ട് പറയുന്നു, അതിന് നിങ്ങൾക്കെന്താ വിഷമം? ഞാൻ ആരംഭത്തിൽ പറഞ്ഞ അമ്മൂമ്മയോടും ഉടയതമ്പുരാൻ പറയുന്നു, അമ്മൂമ്മ അതിന് എന്തിനാ വിഷമം? അമ്മൂമ്മന്റെ കെട്ടിയവനും അതേ അവസരം നൽകി സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം കൊടുത്തുകൊണ്ട് അമ്മൂമ്മയ്ക്ക് എന്തിനാ വിഷമം? കാര്യം അമ്മൂമ്മ സഹിച്ചു, അമ്മൂമ്മ ക്ഷമിച്ചു, അമ്മൂമ്മ ബുദ്ധിമുട്ടി, അതിനുള്ള പ്രതിഫലം നിത്യമായിട്ടുള്ള സ്വർഗരാജ്യം അമ്മൂമ്മയ്ക്ക് തന്നു. മറ്റേ മനുഷ്യൻ കാട്ടുകള്ളനായിട്ട് നടന്നു, പക്ഷേ മനസ്സിന് അന്തരം വന്നു, അതിന് തെറ്റ് തിരുത്താൻ തയ്യാറായി. ദൈവം ഇത്തരത്തിലുള്ളവനാ. അതിനെന്തിനാ കണ്ണുകടി? ഇന്ന് സ്വർഗത്തില് ഒരു നുണ പോലും ജീവിതത്തിൽ പറയാത്ത, ഒരു കള്ളത്തരം പോലും ജീവിതത്തിൽ ചെയ്യാത്ത, ഒരു സഭ്യമല്ലാത്തൊരു വാക്ക് പോലും പറയാത്ത എത്രയോ വിശുദ്ധര് സ്വർഗത്തിലുണ്ട്. എന്ന് പറഞ്ഞ ജസീന്ത 9 വയസ്സുകാരത്തി, മരിയാക്കാരത്തി 12 വയസ്സുകാരത്തി, ഡൊമിനിക് സാവിയോ 16 വയസ്സുകാരൻ, സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാൻ ഇടവരാത്ത അത്രയും ശുദ്ധി എന്ന് വിചാരിച്ച് നടന്നിരുന്ന മനുഷ്യര് ഒക്കെ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള കൂട്ടത്തിലുണ്ട് ഒരു കാട്ടുകള്ളൻ, വീരപ്പനെ വെട്ടിക്കുന്ന ഒരു പെരുങ്കള്ളൻ സ്വർഗത്തിലേക്ക് പോണു. അവന് നമ്മളൊരു ഓമനപ്പേര് കൊടുത്തു, നല്ല കള്ളൻ. കട്ടുമുടിച്ച് നടന്നിരുന്ന മനുഷ്യൻ ചാവാൻ പോണേറ്റ് മുമ്പ് എന്തോ ഒരു നല്ല ഒരു ചിന്ത അവന്റെ ഉള്ളിലുണ്ടായതിന്റെ അടിസ്ഥാനത്തില് അവനോട് പറയണു, നീ ഇന്ന് പരദീസയിലായിരിക്കുന്നു. അപ്പോ ഖമാനൊരു തെറ്റ് ചെയ്യാത്തൊരു ആ വിശുദ്ധർക്ക് കണ്ണുകടി ഉണ്ടാവുമോ? ഉണ്ടാകണോ? അങ്ങനെ കണ്ണുകടി ഉണ്ടാകുന്നു എന്നുവരികിൽ അവര് വിശുദ്ധരാണോ? അവര് ദൈവിക മനുഷ്യരാണോ? എനിക്ക് നന്മകൾ കിട്ടുന്നു, അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉപകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ അതിന് നന്മ എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൽ നിന്നാണെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. ഈ ദൈവാനുഗ്രഹം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുമ്പോ അത് നന്മയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഞാൻ അസ്വസ്ഥനാകുന്നു. അത് മാനുഷികമാണോ? അത് മൃഗീയമാണ്. ആ ചിന്ത മൃഗീയമാണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങള് നന്മയായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അവരുടെ നന്മ എനിക്ക് കണ്ണുകടി ഉണ്ടാക്കുന്നു. അത് മൃഗീയമായ ചിന്തയാണ്, മാനുഷികമല്ല. ആ ചിന്ത മാനുഷികമായിട്ട് തീരണം എന്ന് വരികില് എനിക്ക് നല്ല അവസരം കിട്ടി, എനിക്ക് കുറെ അനുഗ്രഹങ്ങൾ കിട്ടി, തമ്പുരാൻ എന്നെ സഹായിച്ചു, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സഹായിച്ചാൽ ഞാൻ അസ്വസ്ഥനാകാതിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അവരും കിട്ടിക്കോട്ടെ, അവൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാൻ സാധിക്കുന്ന ചിന്തയാണ് മാനുഷികം. അപ്പോഴും അവിടെ ദൈവികത വന്നിട്ടില്ല. ദൈവികത വരണം എന്ന് വരികില് എനിക്ക് അല്പം കുറഞ്ഞാലും തരക്കേടില്ല, അവന് കുറച്ച് കൂടുതൽ കൊടുത്തുല്ലോ, അതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നതാണ് ദൈവികത. പക്ഷേ ഈ തോട്ടത്ത് തൊഴിലാളികൾക്ക് അവര് മാനുഷികതയിലേക്ക് പോലും വന്നിട്ടില്ല, അവര് മൃഗീയതയിൽ നിൽക്കുകയാണ്. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് വരികിലും അതിൽ സന്തോഷിക്കുന്നു എന്ന് വരികിലും ആ സന്തോഷം നഷ്ടപ്പെടുന്നു. അവരന് അയൽപക്കക്കാരന് കൂടുതൽ അനുകൂലങ്ങൾ കിട്ടി എന്ന് കാണുമ്പോ എന്റെ ഈ സന്തോഷം പോലും നഷ്ടപ്പെടുന്നു. അത് മൃഗീയതയാണ്. ഈ മൃഗീയത ഇന്നും നമ്മുടെ ഉള്ളിലൊക്കെ ഇല്ലേ? തപ്പി നോക്കണം. ഇത് ഉണ്ടാകുന്നത് തെറ്റാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു പറഞ്ഞ കഥയിലെ വളരെ പ്രസക്തമായ ചോദ്യം, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നു? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ മൃഗീയതയും മാനുഷികതയും ദൈവികതയുടെയും അന്തസത്തകളെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലോകം മുഴുവനും മരിക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിശുദ്ധിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന മദർ തെരേസ്യ
അടുത്ത ഞായറാഴ്ച വാഴ്ത്തപ്പെട്ടവളെന്ന് കത്തോലിക്കാ സഭ ഔപചാരികമായിട്ട് അമ്മയെ പ്രഖ്യാപിക്കാൻ പോകുക അടുത്ത ഞായറാഴ്ച. ഈ മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്മാനമാണത്, നോബൽ സമ്മാനം. ഏകദേശം 6 കോടി രൂപയോളായി വരിക. അത്രയും വലിയ ഒരു ക്യാഷ് അവാർഡുണ്ട്. പിന്നെ പ്രശസ്തി നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ അവാർഡാണ് അത്. അമ്മ തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാം. സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം. അതിനുവേണ്ടി അനുമോദിക്കാൻ വേണ്ടി കൽക്കട്ടയിലെ മദർ തെരേസയ്ക്ക് ഒരു അനുമോദന സമ്മേളനം വിളിച്ചുകൂട്ടി. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ് അനുമോദനമൊക്കെ നടത്തിയതിനു ശേഷം മദർ തെരേസ ഉത്തരം പറയുന്ന കൂട്ടത്തില് പറഞ്ഞൊരു സംഭവം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്ത് സുവിശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ സന്ദേശം അന്ന് മദർ തെരേസ പറഞ്ഞ ഒരു സംഭവം ആ അനുമോദന സമ്മേളനത്തിൽ വെച്ച് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സംഭവമാണത്. മദർ തെരേസ ഇങ്ങനെ തുടങ്ങി: ഞാൻ കൽക്കട്ടയിൽ വന്ന് അധിക നാൾ കഴിഞ്ഞതിന് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ആ സ്ഥലത്തിന്റെ ഏതാണ്ട് അടുത്തുള്ള ഒരു വീട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 8 അംഗങ്ങളുള്ള ഒരു ഹിന്ദു ഭവനമായിരുന്നത്. ആ വീട്ടിൽ 8 പേരുണ്ട്, അപ്പനും അമ്മയും കുട്ടികളൊക്കെ അടക്കം. ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, അത്രയേറെ ക്ഷീണിതരായി കുട്ടികളടക്കം. ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോ അമ്മ തെരേസ തുടരുകയാണ്: ഒരു സഞ്ചിയിൽ കുറച്ച് അരിയായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ വളരെ അവശയായിട്ടുള്ള ആ തള്ളയും കുട്ടികളും ഈ അത്ഭുതത്തോടുകൂടെ എന്നെ നോക്കി നിന്നു. ഞാൻ കൊണ്ടുപോയ അരി ആ തള്ളയുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ തുടച്ചതിന് ശേഷം ആ തള്ള അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു കണ്ടു. അപ്പൊ ആ കുട്ടികളോടൊക്കെ മദർ തെരേസ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തള്ള എഴുന്നേറ്റ് പോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന തള്ളയോട് മദർ തെരേസ ചോദിക്കുന്നു, എവിടേക്കാ പോയേ? അപ്പൊ ആ തള്ള പറയാ, തൊട്ട അയൽവക്കത്ത് വേറൊരു വീടുണ്ട് അമ്മേ. ആ അമ്മ ആ വീട്ടിലെ 5 പേരാണ്. അവരും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, അവർക്കൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ അരിയിൽ നിന്ന് കുറച്ച് ഞാൻ അവർക്ക് കൊണ്ടുകൊടുത്തതാ, അതിനു വേണ്ടി ഞാൻ പോയതാ. അമ്മ തെരേസ ആ മീറ്റിംഗിൽ വെച്ച് പറയാ, ആ ഹിന്ദു വൃദ്ധ എന്നെ തോൽപ്പിച്ചു. ഇതെന്റെ ജീവിതത്തിന്റെ ആദ്യകാല അനുഭവമാണ്. എന്തിലാ തോൽപ്പിച്ചത്? ദൈവികമായ പ്രസരണം കണ്ടതിൽ തോൽപ്പിച്ചു. അവർക്ക് കഷ്ടപ്പാട്, അവർക്ക് ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിന്റെ അവസരത്തിലെ അവർക്ക് വിശപ്പടക്കാൻ കിട്ടിയ സാധനം അവർ തന്നെ അനുഭവിക്കുന്നതിന് പകരം അതിലൊരു ഭാഗം അയൽവക്കത്ത് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പോയ ആ കാഴ്ച കണ്ടിട്ടാണ് മദർ തെരേസ പറയുന്നത്, മോളെ നീ എന്നെ തോൽപ്പിച്ചു. ഇതാണ് ദൈവികത. ഇവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഈ തോട്ടത്തിലുള്ള തൊഴിലാളികളുടെ ആ നീതിബോധത്തിലല്ല ദൈവത്തിന് നീതിബോധം ഉണ്ടാകുന്നത്. സ്വർഗത്തിലേക്ക് ആദ്യം പോയ അമ്മൂമ്മയുടെ നീതിബോധത്തിലല്ല ദൈവത്തിന്റെ പ്രസാദം ഇരിക്കുന്നത്. ഇവിടെയാണ് ആധ്യാത്മികത ആരംഭം കുറിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കരുതിക്കൂട്ടി യേശുക്രിസ്തു ഇന്ന് ഈ കഥ നമ്മോട് അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രമിക്കാം പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട്.